പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി ദൈവവചനം പഠിക്കാനായി ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ കൂടുതൽ ആന്തരാർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാനായി പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നാം കടന്നിരിക്കുന്നു. ഈശോ സമറിയാക്കാരിയുമായുള്ള സംഭാഷണ മധ്യേ ഇവിടെ ആരാധനയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആരാധനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് യഥാർത്ഥ ആരാധനയെ വെളിപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ഞാൻ അത്രയും ഭാഗം വിശദീകരിച്ചിരുന്നു. രക്ഷ യഹൂദരിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷ ആരംഭിച്ചത്, രക്ഷയുടെ വഴികൾ നമുക്ക് വേണ്ടി ദൈവം തുറക്കാൻ തിരുമനസ്സായപ്പോൾ അതിന് ആരംഭം കുറിച്ചത് യഹൂദ മതത്തിലാണ്. യേശുക്രിസ്തു യഹൂദ മതത്തിൽ നിന്നാണ് ജാതനാവുന്നത്. യേശുക്രിസ്തു ഒരു യഹൂദനായിരുന്നു. സുവിശേഷം ആരംഭിച്ചത് യഹൂദ മതത്തിലാണ്. അതുകൊണ്ട് തന്നെ യഹൂദ മതത്തോടും യഹൂദരോടുമുള്ള ബന്ധം നമുക്ക് തീർച്ചയായും ഒരു ശത്രുതാ മനോഭാവമല്ല. യഹൂദരെ നമ്മൾ ശത്രുതയിൽ കാണേണ്ടതില്ല. നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയുടെ വഴിയുടെ ഭാഗമായ സഹോദരങ്ങളാണ്. ഈ അർത്ഥത്തിലൊക്കെയാണ് രക്ഷ യഹൂദരിൽ നിന്നാണ്, യഹൂദരോടൊരകൽച്ച ആവശ്യമില്ല എന്ന ഒരു ആശയം കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിനുശേഷം 22-ാമത്തെ വാക്യം, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഞാനത് പറഞ്ഞിരുന്നു. അറിവ് എന്ന് പറയുമ്പോൾ ഇവിടെ ബന്ധമാണ്. ബന്ധമുള്ളവൻ്റെ ആരാധന, ബന്ധമില്ലാത്തവൻ്റെ ആരാധന, ഈ തരംതിരിവാണ് ഇവിടെ പറയുന്നത്. ഇനി അത് കഴിയുമ്പോൾ 23-ാമത്തെ തിരുവചനം, എന്നാൽ യഥാർത്ഥ ആരാധകർ, ഈശോ യഥാർത്ഥ ആരാധകർ, യഥാർത്ഥ ആരാധന, ഇത് വിശദീകരിക്കുകയാണ്. ഇവിടെ ഈശോ ഉത്തരം പറയുന്നത് സമറിയാക്കാരുടെ ഒരു ചോദ്യത്തിനും സംശയത്തിനും മറുപടിയായിട്ടാണ്. എന്തായിരുന്നു അവരുടെ ചോദ്യം? അവരുടെ ചോദ്യം ഏതാണ് യഥാർത്ഥ ആരാധനാ സ്ഥലം? അപ്പോൾ ആരാധനാ സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഈശോ യഥാർത്ഥ ആരാധന എന്താണെന്ന് പറയുകയാണ്. അങ്ങനെ അതിലേക്ക് ഈശോ എത്തുന്നത് നമുക്കറിയാം. ആരാധന സ്ഥലവുമായി ബന്ധപ്പെട്ടതല്ല, സ്ഥലകാല ബന്ധനങ്ങൾക്ക് അതീതമാണ് ആരാധന എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈശോയുടെ ഉത്തരവാദിത്തമാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് പുതിയ നിയമ ആരാധന? സ്ഥലകാലങ്ങൾക്ക് ബന്ധിതമായി ആരാധനയെ കണ്ടിരുന്ന യഹൂദ സമറിയ മതബോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് യേശുവിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ നിയമ ആരാധന എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഇവിടെ യേശുവിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ യഥാർത്ഥ ആരാധന ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. യഥാർത്ഥ ആരാധകർ പിതാവിനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് തേടുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം ഈശോ പറയുകയാണ്, ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് അല്പം വിശദമായി കാണാൻ പരിശ്രമിക്കുകയാണ്. എന്താണ് ആത്മാവിലുള്ള ആരാധന?
പല രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാവരത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ഈശോ പറഞ്ഞു തരുന്ന ഈ ആശയത്തെ പൂർണ്ണമായി ഗ്രഹിക്കാനാവുകയുള്ളൂ. നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ചോദ്യം: എന്താണ് ആത്മാവിലുള്ള ആരാധന? ആത്മാവിലെ ആരാധന തീർച്ചയായും ജഡത്തിലെ ആരാധനയ്ക്ക് വിപരീതമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തരംതിരിവ് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ജഡത്തിലുള്ള ആരാധന? ജഡത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ആരാധനാനുഷ്ഠാനങ്ങൾ, ആരാധനയുടെ ബാഹ്യ പ്രകടനങ്ങൾ, ബാഹ്യ പ്രദർശനങ്ങൾ, ബാഹ്യ നടപടിക്രമങ്ങൾ. ഇതാണ് ജഡത്തിലുള്ള ആരാധന. ആരാധനയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, നടത്തുന്ന കർമ്മങ്ങൾ, ഇതൊക്കെ ജഡത്തിലുള്ള ആരാധനയാണ്. ഉദാഹരണത്തിന് ശരീരം കൊണ്ട് ആരാധിക്കാമെന്ന് പഠിപ്പിച്ചൊരു മതമാണ് യഹൂദമതം. അവിടെ നമ്മൾ ആരാധനയുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില വചനങ്ങളിൽ തല കുനിച്ച് ആരാധിച്ചു എന്നുണ്ട്, കൈകൾ ഉയർത്തി ആരാധിച്ചു എന്നുണ്ട്, കൈകൾ വിരിച്ച് ആരാധിച്ചു എന്നുണ്ട്, മുട്ടുകുത്തി ആരാധിച്ചു എന്നുണ്ട്, സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചു എന്നുണ്ട്. അപ്പം ഇങ്ങനെ ആരാധനയുടെ ശരീരഭാഷ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ ഈ ശരീരഭാഷ കൊണ്ട്, ശരീരം കൊണ്ട് ആരാധിക്കുമ്പോൾ ആ ശാരീരികമായി ആരാധനയ്ക്ക് നാം നടത്തുന്ന ശരീരഭാഷകൾ ഒരു പരിധിവരെ ജഡത്തിലെ ആരാധനയാണ്. എന്നാൽ ആരാധന ഇങ്ങനെ ഈ ബാഹ്യ പ്രകടനങ്ങൾ മാത്രമല്ല. കൈകൂപ്പുന്നതോ, പ്രാർത്ഥിക്കുന്നതോ, ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നതോ, മുട്ടുകുത്തുന്നതോ, കൈവിരിക്കുന്നതോ, കുമ്പിടുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആരാധനയുടെ ആചാര രീതികൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോ അല്ല യഥാർത്ഥത്തിലെ ആരാധന. അത് വേണ്ടെന്നല്ല, അത് മാത്രമല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്താണ് യഥാർത്ഥ ആരാധന. അപ്പോൾ ആ ജഡത്തിലെ ആരാധനയ്ക്കപ്പുറത്ത് ആത്മാവിൽ ഒരാരാധനയുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ആത്മാവിലെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സഹായത്തോടു കൂടിയ ആരാധനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നടത്തുന്ന ആരാധനയാണ്. അതിനെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഒരു പ്രവൃത്തി രണ്ട് പ്രേരണകളിൽ സംഭവിക്കാം. ഏത് മനുഷ്യൻ്റെ പ്രവൃത്തിയും രണ്ട് പ്രേരണകളാൽ സംഭവിക്കാം. ഒന്ന് ഒരു ബാഹ്യ പ്രേരണ, വെളിയിൽ നിന്നുള്ള ഒരു പ്രേരണ. ഉദാഹരണം, ഞായറാഴ്ച പള്ളിയിൽ പോകണം. ഒരാൾ പള്ളിയിൽ പോകുന്നു. ആ പള്ളിയിൽ പോകുന്നു എന്ന പ്രവൃത്തിക്ക് രണ്ട് പ്രേരണകളാകാം. ഒന്നൊരു ബാഹ്യപ്രേരണ. ബാഹ്യപ്രേരണ എന്താണ്? സമൂഹം നിർബന്ധിക്കുന്നതുകൊണ്ട്, പള്ളി നിർബന്ധിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതുകൊണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഈ മനുഷ്യരുടെ നിർബന്ധങ്ങൾക്കപ്പുറത്ത് നിയമത്തിൻ്റെ ഒരു നിർബന്ധമുണ്ട്. 10 കൽപ്പനകളിലെ ഒരു നിയമമാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പോൾ ആ നിയമത്തിൻ്റെ നിർബന്ധം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബാഹ്യപ്രേരണയാൽ ഒരാൾക്ക് ദേവാലയത്തിൽ പോകാം. എന്നാൽ ബൈബിളിൽ മറ്റൊരിടത്ത് പറയുന്നത് പോലെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആ സന്തോഷം അത് ബാഹ്യപ്രേരണയല്ല, അത് ആലയത്തിലേക്ക് പോകുന്നത് അകത്തു നിന്നുള്ള ഒരു സന്തോഷം, ആത്മാവിൽ നിന്നുള്ള ഒരു പ്രേരണ, ആത്മാവിൻ്റെ പ്രേരണ. വെളിയിൽ നിന്നുള്ള നിയമത്തിൻ്റെ നിർബന്ധമല്ല, ആത്മാവിൻ്റെ പ്രേരണയാണത്. അതിനെയാണ് ബൈബിള് കൃപ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കൃപയിൽ നടക്കുന്നത്, ജഡത്തിൽ നടക്കുന്നതല്ല, കൃപയിൽ നടക്കുന്നത്. നിയമത്തിൻ്റെ നിർബന്ധം മൂലമല്ല, കൃപയുടെ പ്രേരണയാൽ നടക്കുന്നത്. പൗലോസൊക്കെ പറയുന്നില്ലേ, ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണ് ഞാൻ അധ്വാനിച്ചു, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. കൊളോസോസ് ലേഖനത്തിലെ മനോഹരമായൊരു വചനമുണ്ട്, അവൻ എന്നിൽ ഉണർത്തുന്ന ശക്തിയാൽ, എന്നിൽ ശക്തിയായി ഉണർത്തുന്ന, എന്നിൽ ശക്തമായി ഉണർത്തുന്ന ശക്തിയാൽ ഞാൻ അതുകൊണ്ട് അധ്വാനിക്കുന്നു. കൊളോസോസ് 1 വചനമുണ്ട്. അപ്പോൾ ഈ ആത്മാവിൽ ആണ് യഥാർത്ഥത്തിൽ ആത്മീയ കാര്യങ്ങൾ സംഭവിക്കേണ്ടത്. അത് ബാഹ്യ നിർബന്ധങ്ങൾക്കോ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങിയല്ല. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഇപ്പോൾ ഈ ആരാധന എന്ന ഒരു വിഷയം തന്നെ എടുത്താൽ, അല്ലെ പള്ളിയിൽ പോവുക, കുർബാന അർപ്പിക്കുക, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈ കാര്യങ്ങൾ തന്നെ എടുത്താൽ ഇതൊരാൾ ചെയ്യുന്നത് എന്തിൻ്റെ പേരിൽ, എന്ത് നിർബന്ധത്തിൻ്റെ പേരിൽ?
ഇതൊരു ബാഹ്യ നിയമത്തിൻ്റെ നിർബന്ധത്താലാണോ, അതോ അയാളുടെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ നിന്നുണരുന്ന ഒരു കൃപയാലാണോ? അപ്പോൾ ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം കൃപയിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ആ ആരാധന നിർബന്ധിതമോ ബാഹ്യപ്രേരണകൾക്ക് വശംവദമായതോ അല്ല, ബാഹ്യപ്രേരണകളുടെ നിർബന്ധത്താലുള്ളതോ അല്ല. മറിച്ച് ആ ആരാധന ഒരു ആത്മാവിലെ ഉണർത്ത് ശക്തിയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. ആത്മാവിലെ അകത്തു നിന്ന് ആരോ ശക്തിയായി ഉണർത്തുന്നതാണ്. ആ ഉണർത്തുന്ന ആ ശക്തി ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഒരാളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി സംഭവിക്കുന്ന ആരാധന. നമ്മൾ ആരാധനയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആശയം, ആരാധന ഒരു ആക്ടിവിറ്റി അല്ല, ഒരു ആറ്റിറ്റ്യൂഡാണ്. ആരാധന ഒരു മനോഭാവമാണ്. അതൊരാളുടെ അകത്താണ് സംഭവിക്കുന്നത്. അത് ഒരാളുടെ അന്തരാത്മാവിൻ്റെ അടരുകൾക്കടിയിൽ ആഴങ്ങളിൽ സംഭവിക്കുന്നതാണ്. ആരാധന മനോഭാവമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ദൈവത്തെ കാണുന്ന ഒരു മനോഭാവത്തിൻ്റെ പേരാണ് ആരാധന. വർഷിപ്പ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് റാദർ ദാൻ ആൻ ആക്ടിവിറ്റി. അപ്പോൾ ആത്മാവിൽ, അതാണ് ആത്മാവിൽ ഉള്ള ആരാധന. അതിന് സ്ഥലം വിഷയമല്ല, സമയം വിഷയമല്ല, അതിന് ബാഹ്യമായ ഒരു അനുബന്ധ ഘടകങ്ങളോ അനുകൂലമായ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അത് ആത്മാവിൽ നിന്ന് വരുന്ന ആരാധനയാണ്. അപ്പോൾ അതാണ് ആദ്യത്തേത്, അത് ആത്മാവിൻ്റെ പ്രേരണയാലുള്ള ആരാധന. രണ്ടാമത്തേത് സത്യത്തിൽ, ആത്മാവിലും സത്യത്തിൽ ഉള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഈശോ നേരത്തെ പറഞ്ഞ വചനത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. അതായത് ഈ ആത്മാവിലുള്ള ആരാധന വരുന്നത്, ഒരുവൻ്റെ അകത്ത് നിന്നുള്ള ആ ആരാധന രൂപപ്പെടുന്നത് അവനൊരു സത്യം അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ്, ഒരു സത്യത്തിൻ്റെ പ്രേരണയാലാണത്. എന്താണ് ആ സത്യം? ആ സത്യം യേശു ക്രിസ്തു, ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ തിരിച്ചറിവിൽ നിന്ന് വരുന്ന ഒരു ആത്മാവിലെ പ്രേരണയാണത്. അതായത് സത്യം അറിഞ്ഞവൻ്റെ ഉള്ളിൽ നിന്നാണ് ആത്മാവിൻ്റെ ഈ ആരാധനാ പ്രേരണ ഉടലെടുത്ത് വരുന്നത്. ഒരാൾ ആരാധിക്കുന്നത് ഒരു എം ടി സ്പേസിൽ നിന്നല്ല. അയാളുടെ ആരാധനയുടെ ഉള്ള് ശൂന്യമല്ല. അയാൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു? അയാൾ ആരാധിക്കുന്നത്, അയാൾക്ക് ആരാധിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം ഒരു സത്യം അറിഞ്ഞതാണ്. ആ സത്യം ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടൊരു സത്യമാണ്. ആ സത്യം എന്താണ്? ആ സത്യം യേശു എന്ന ദൈവം എന്ന ആ യാഥാർത്ഥ്യത്തെ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു പ്രേരണയാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകൾ എടുത്താൽ, ഇപ്പോൾ കുർബാന ഒരാൾ അർപ്പിക്കുമ്പോൾ, കുർബാന അർപ്പിക്കുന്നതിന് അയാളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുർബാന ഒരാളുടെ ജീവിതത്തിലെ അനുഭവമായി മാറുന്നത് ഒരു സത്യം അയാൾ തിരിച്ചറിഞ്ഞപ്പോഴാണ്, ഒരു സത്യം അയാൾ അറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ആ സത്യം? ആ സത്യം യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഇപ്പോൾ യേശു എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നു. ഇപ്പോൾ യേശു എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചു. അല്ലെ, എനിക്ക് പകരക്കാരനായി യേശു മരിച്ചു. എൻ്റെ പാപമാണ് യേശു കുരിശിൽ ഏറ്റെടുത്തത്. കാൽവരിയിലെ അവൻ്റെ കുരിശു മരണം എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായിരുന്നു. അപ്പോൾ ഈ സത്യം, വചനത്തിലൂടെ വെളിപ്പെട്ട ഈ സത്യം തിരിച്ചറിഞ്ഞവന് മാത്രമേ ആത്മാവിൽ നിന്ന് ആരാധനയുടെ പ്രേരണ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ആരാധിക്കാൻ അവൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം ഒരു സത്യം അറിഞ്ഞതാണ്. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ. ചുരുക്കി മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ, സത്യം തിരിച്ചറിഞ്ഞവൻ ആത്മാവിൻ്റെ പ്രേരണയാൽ നടത്തുന്ന ആരാധനയുടെ പേരാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അപ്പോൾ അത് ഒരു നിർബന്ധത്തെ പ്രതിയോ ഒരു നിയമത്തെ പ്രതിയോ നടത്തുന്നതല്ല, മറിച്ച് അത് ആത്മാവിൽ സംഭവിക്കുന്നതും ഒരു സത്യത്തിൻ്റെ തിരിച്ചറിവിൽ സംഭവിക്കുന്നതുമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കൃപയും സ്നേഹവും നിറഞ്ഞ ഒരാരാധനയാണത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ്റെ ആരാധനയാണത്, രക്ഷ അനുഭവിച്ചവൻ്റെ ആരാധനയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആരാധിക്കാൻ രക്ഷ അനുഭവിച്ചവർക്കേ സാധിക്കൂ.
ഇപ്പോൾ കുർബാന അനുഭവം ആകുന്നത് ആർക്കാണ്? ഈ രക്ഷ തിരിച്ചറിഞ്ഞവർക്കേ അത് പറ്റൂ. യഥാർത്ഥത്തിൽ പിതാവിനെ ആരാധിക്കാനുള്ള അവകാശം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാ വർഷിപ്പും ഈ നിയതമായ അർത്ഥത്തിലെ ഒരു ആരാധനയല്ല. സത്യം അറിയാത്തവരുടെ ആരാധനയും ആത്മാവിലല്ലാത്ത ആരാധനയും സത്യത്തിൽ പുതിയ നിയമ ആരാധനയല്ല. അപ്പോൾ അതാണ് ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രക്ഷ അനുഭവിച്ചവൻ്റെ ആരാധനയാണത്. അപ്പോൾ അതാണ് ആ വാക്യങ്ങൾ. യേശു പറഞ്ഞു, സ്ത്രീ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈശോ ഇവിടെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു എന്നല്ല പറയുന്നത്, പിതാവിനെ ആരാധിക്കുന്നു എന്നാണ്. ആ ഒരൊറ്റ വാക്കിനകത്താണ് ഈ പെൺകുട്ടിയെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആന്തരിക സംഘർഷങ്ങളുടെയും പരിഹാരം യേശു നിർദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു രക്ഷപ്പെടലായിരുന്നു സമറിയാക്കാരിക്കിത്. സമറിയാക്കാരിയെ സംബന്ധിച്ച് ഈ ആരാധന എന്ന വിഷയം അവൾ എടുത്തിട്ടത് ഒരു തരത്തിലെ വളരെ ബോധപൂർവമായ ഒരു ഒഴിഞ്ഞുമാറലായിരുന്നു. അവൾ ഒഴിഞ്ഞു മാറിയത് എന്തിൽ നിന്നാണ്? അവളെ യേശു നേരിട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ്. ചോദ്യം ഇതായിരുന്നു, എവിടെയാണ് നിൻ്റെ ഭർത്താവ്? അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും നിഗൂഢമായതും ഏറ്റവും വേദന നിർഭരമായതുമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിരുന്നു ആ ചോദ്യം. അവളെ ആ ഹാർഡ് കോർ റിയാലിറ്റിയിലേക്ക് യേശു ക്ഷണിക്കുകയായിരുന്നു. യേശു പറയുകയായിരുന്നു, നിൻ്റെ റിയാലിറ്റി എന്താണ്? നീ ഇപ്പോൾ 5 ഭർത്താക്കന്മാരിലൂടെ കടന്നുപോയ ഒരാളാണ്, 5 പുരുഷന്മാരിലൂടെ കടന്നുപോയ ഒരാളാണ്. ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. ഈ നട്ടുച്ചയ്ക്ക് ഒറ്റയ്ക്ക് നീ വെള്ളം കോരാൻ വന്നത് നിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഔട്ട്കാസ്റ്റായി നിന്നെ ഡിഫൈൻ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ആ സമറിയാക്കാരി ഇന്നത്തെ മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്തൊരു തരം റിജക്ഷൻ, അബാൻഡൻമെൻറ്റ്, ഓർഫൻഹുഡ്, ഫാദർലെസ്നെസ് ഇതെല്ലാം അനുഭവിക്കുന്ന, വ്യക്തിത്വം വല്ലാതെ ബ്രേക്കായിപ്പോയ, ബ്രോക്കൺ പേഴ്സണാലിറ്റിയായ, സമൂഹത്തിൻ്റെ ഹാർഡ് കോർ റിജക്ഷൻ അനുഭവിക്കുന്ന, തന്നിൽ തന്നെ ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത, വല്ലാത്തൊരു തരം ഡെസ്പറേഷനിലൂടെ പോകുന്ന, ഡിപ്രസ്ഡായ, ആങ്സൈറ്റിയുള്ള, ഫ്രസ്ട്രേറ്റഡായ, ഒരു തന്നിൽ തന്നെ സെറ്റിൽഡ് ആവാത്ത, ആന്തരിക സമാധാനം അനുഭവിക്കാൻ പറ്റാത്ത, എല്ലാ അർത്ഥത്തിലും മുറിഞ്ഞ, ബ്രോക്കണായ ഒരു വ്യക്തിത്വമാണ് സമറിയാക്കാരിയുടേത്. അപ്പോൾ ഇതാണ് അവളുടെ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലേക്കാണ് ഈശോ അവളെ ക്ഷണിച്ചത്. നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ആ വിഷയം സംസാരിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ആ വിഷയം തന്ത്രപൂർവം സംസാരിക്കാതെ അവൾ ഒരു വരാലിനെ പോലെ തെന്നിമാറി. അവൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ ആരാധന എന്നൊരു വിഷയം എടുത്ത് അവതരിപ്പിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈശോ അവൾ പോയ വഴിക്ക് തന്നെ പോയി. അവളെ ഈ കാര്യത്തിലേക്ക് ഈശോ തിരിച്ചു വിളിച്ചില്ല. ആരാധന എന്ന ഒരു വിഷയം അവൾ ഒഴിഞ്ഞുമാറാനായി എടുത്ത് ഉപയോഗിച്ചപ്പോൾ കർത്താവ് ആ വഴിക്ക് പോയിട്ട് യഥാർത്ഥ ആരാധന എന്താണ് വെളിപ്പെടുത്തി. എന്തുകൊണ്ടായിരിക്കും അത്? ഈ സ്ത്രീ അനുഭവിക്കുന്ന, ഈ സ്ത്രീ മാത്രമല്ല, ലോകത്തെ ബ്രോക്കൺനെസ് അനുഭവിക്കുന്ന, മുറിവേറ്റ എല്ലാ മനുഷ്യ വ്യക്തികളുടെയും ഈ ആന്തരിക അസ്വസ്ഥതകൾക്കും ഇൻസ്റ്റെബിലിറ്റികൾക്കുമുള്ള നിത്യമായ സൊല്യൂഷൻ പിതാവിനെ ആരാധിക്കുന്നതാണ്. അതാണ് ഈശോ ദൈവത്തെ ആരാധിക്കാൻ നല്ല ഇവിടെ ഈശോ പറയുന്നത്. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുക. അതായത് ഈ ഒടുവിൽ ഈ അപ്പനെ കണ്ടെത്തലാണ് എല്ലാ മുറിവേറ്റ മനുഷ്യരുടെയും ആത്യന്തികമായ ഒരു പരിഹാര മാർഗം. ഒരു അപ്പനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് മാനവരാശിയുടെ ഏറ്റവും അഗാധമായ മുറിവ് ഫാദർലെസ്നെസ് ആണ്. അതായത് ഈ അപ്പനില്ലാത്ത അവസ്ഥയാണ്. അതായത് ഇന്ന് നമ്മളിപ്പം ഭയം, പോസ്റ്റ് കോവിഡ് ഈറായുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഭയപ്പെട്ട മനുഷ്യരാണ്, ഭയമാണ്. അപ്പോൾ ഈ ഭയം വരുന്നത് എവിടെ നിന്നാണ്? ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ്, അരക്ഷിതാവസ്ഥയിൽ നിന്നാണ്. ഇൻസെക്യൂരിറ്റി വരുന്നത് സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കൊരു കാര്യം, അതായത് നമുക്കൊരു ഈ അപ്പനുണ്ട് എന്ന് പറയുന്നത്
ആണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. ദർ ഈസ് സം വൺ ഔട്ട് ദെയർ ആൻഡ് ഈസ് മൈ ഫാദർ. ഇനി ആ അപ്പൻ എന്ന് പറയുന്ന ആൾ ഈ ലോകം സൃഷ്ടിച്ച ദൈവം കൂടിയാകുമ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ കവചത്തിനകത്തേക്ക് ഒരാൾ തന്നെ കണ്ടെത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന മുറിവേറ്റ സകല മനുഷ്യരുടെയും മുറിവുകൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ അപ്പനെ കണ്ടെത്തുകയാണ്, അല്ലെ അപ്പനെ തിരിച്ചറിയുകയാണ്, അപ്പനെ ആരാധിക്കുകയാണ്. അപ്പോൾ ആരാധനയിൽ സകല മുറിവുകൾക്കും ക്ഷതങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന ഒരു സൂചന കൂടി സമരിയാക്കാരിയോടുള്ള സംഭാഷണത്തിൽ ഈശോ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളോട് പറയുകയാണ്, നിൻ്റെ ഈ മുറിവേറ്റ, നിൻ്റെ ഈ ഫ്രസ്ട്രേറ്റഡായ, അൺസെറ്റിൽഡായ, ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴുന്ന വിധത്തിലുള്ള, പലരിലൂടെ കടന്നുപോയിട്ടും ഇനിയും ശമിക്കാത്ത ഈ നിൻ്റെ ഈ അന്തർദാഹത്തെ ശമിപ്പിക്കാൻ നിനക്ക് ഉണ്ടാകേണ്ട തിരിച്ചറിവ് അപ്പനുണ്ട് എന്ന തിരിച്ചറിവാണ്. ഫാദർ, വർഷിപ്പിംഗ് ദ ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത്? അത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പിതാവായി കാണാൻ പറ്റൂ. തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ച് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈശോ ആരാധനയുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത് പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന പരാമർശം നടത്തിക്കൊണ്ടാണ്. ഇനി ഈ സ്ത്രീ, എന്താണ് ഇവളിൽ ഉണ്ടാകുന്ന വ്യത്യാസം? ഇത്രയും നേരത്തെ ഈ ദീർഘമായ സംഭാഷണം, ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തന്നെ വളരെ ദീർഘമായ സംഭാഷണങ്ങളിലൊന്ന്, ആ സ്ത്രീ പറഞ്ഞു, മിശിഹ വരുമെന്ന് എനിക്ക് അറിയാം. പ്രവാചകനിൽ തുടങ്ങിയതാണിത്. മിശിഹ വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഉടനെ ഈശോ പറയുകയാണ്, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഞാൻ തന്നെ, ഐ ആം ഹി, ഏഗോ എയ്മി. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9 തവണ ഈശോ തന്നെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്, ഏഗോ എയ്മി, ഐ ആം ഹി, ഞാൻ തന്നെയാണ് അവൻ. ഇത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേര് ചോദിക്കുന്ന മോശയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ്. യഹോവ തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഐ ആം ഹി, ഐ ആം ഹു ആം. അപ്പോൾ ഇങ്ങനെ 9 തവണ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ, 8:58, 13:19, 18:5, 18:6, 18:8, ഇങ്ങനെ 9 തവണ ഈശോ തന്നെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്, ഏഗോ എയ്മി, ഞാനാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹോവയായ ദൈവമാണ് താനെന്ന്, ആ ദൈവവും ഞാനും ഒന്നാണെന്ന് യേശു സമരിയാക്കാരിയോട് വെളിപ്പെടുത്തി. അത് ശരിക്കും ഒരു വലിയ ദൈവിക വെളിപ്പെടുത്തലാണ്, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ സ്ത്രീ ആ തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. നമുക്ക് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ദൈവം ഇന്ന് ആരാധനയുടെ വലിയ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകാൻ ആഗ്രഹിക്കുകയായിരുന്നു. യഥാർത്ഥ ആരാധകർ പിതാവിനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിലൂടെ കർത്താവിൻ്റെ കരുണയും സ്നേഹം അനുഭവിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.